തിരുവിഴാങ്കുന്നിലെയും സമീപപ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന തിരുവിഴാങ്കുന്ന് CP-AUP സ്കൂളിൻ്റെ 49ാം വാർഷികം ആഘോഷ പരിപാടികൾ നടന്നു വരികയാണ്. വിദ്യാലയത്തിൻ്റെ തനതായ പ്രവർത്തനങ്ങളിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടന്നു വരുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ 3 വർഷമായി വിദ്യാലയത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിച്ച് 7ാം ക്ലാസ്സിൽ നിന്നും പടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. പുതിയ ലൈബ്രറി വന്നതോടുകൂടി ഞങ്ങൾക്ക് ഒരുപാട് സാഹിത്യകാരന്മാരെക്കുറിച്ചും സാഹിത്യകൃതികളെക്കുറിച്ചും വിവരങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. വിദ്യാർത്ഥികളായ ഞങ്ങളിൽ പലർക്കും സാഹിത്യ അഭിരുചി വളർത്തിയെടുക്കാനും അതുവഴി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ കരസ്ഥമാക്കാനും കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നല്ല ഒരു ലൈബ്രറി ഉള്ളതുകൊണ്ട് മാത്രമാണ്. 3000-ഓളം പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിൽ ഉള്ളത്. ഒഴിവ് പീരീഡുകളിലും മറ്റു അധ്യാപകർ ഞങ്ങളെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു. വായനാശീലം വളർത്തുന്നതിനോടൊപ്പം വിജ്ഞാനകരമായ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും പിറന്നാൾ ദിവസത്തിൽ അവർ ഈ ലൈബ്രറിയിലേക്ക് ഓരോ പുസ്തകങ്ങൾ നൽകുന്നതും മാതൃകാപരവും കുട്ടികളായി ഞങ്ങൾക്ക് അഭിമാനകരവുമാണ്. ഈ ലൈബ്രറിയിലൂടെ പുതിയ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വിദ്യാലയത്തിലെ വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് സാഹിത്യകാരന്മാരും കവികളുമൊക്കെ ആവാൻ കഴിയുമാറാകട്ടെ. മനുഷ്യൻ എത്ര ആധുനികതയിൽ എത്തിച്ചേർന്നാലും അതിജീവനത്തിനായി കല്ലും കമ്പും ഉപകരണങ്ങളാക്കി മൃഗങ്ങളെ വേട്ടയാടി നടന്ന ഒരു പൂർവ്വ ചരിത്രം നമുക്കുണ്ടായിരുന്നെന്ന് കാലം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 ഘട്ടങ്ങളാക്കിയിട്ടുണ്ട്. ഘട്ടങ്ങളിലൂടെ മനുഷ്യർ കടന്നു വന്ന സംഭവത്തെക്കുറിച്ച് ചിത്രങ്ങളിലൂടെ വിവരിക്കുന്നത് കുട്ടികളായ ഞങ്ങൾക്ക് അവയെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിഞ്ഞത് സ്കിൽ പാർക്കിലൂടെയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള വിശദമായ ചിത്രങ്ങളും വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ കവികളും സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് ലഭിക്കാൻ സ്കിൽ പാർക്കിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനിയും കൂടുതൽ കുട്ടികൾക്ക് ഇതിലൂടെ അറിവുകൾ ലഭിക്കാൻ കഴിയുമാറാകട്ടെ. ഞങ്ങളുടെ വിദ്യാലയത്തിലെ സ്കൗട്ട് യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ഞാൻ വന്നതോടെ എനിക്ക് മറ്റുള്ളവരോട് അധ്യാപകരെ ബഹുമാനിക്കാനും പിന്നെ മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും എനിക്ക് കഴിഞ്ഞു. സ്കൗട്ട് പ്രസ്ഥാനത്തിൽ വന്നതോടെ എനിക്ക് പല ക്യാമ്പുകളിലും പിന്നെ ഓരോ വിദ്യാലയങ്ങളിൽ ചെന്ന മറ്റു കുട്ടികളെ പരിചയപ്പെടാനും കഴിഞ്ഞു. അത് എനിക്ക് വളരെ അഭിമാനപൂർവ്വവും അവരോട് പങ്കുചേരാനും എനിക്ക് കഴിഞ്ഞു. സ്കൗട്ട് പ്രസ്ഥാനം വന്നതോടെ സ്കൂളുകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനും അത് നടത്തിക്കൊണ്ടു പോകാനും അതിൽ അംഗങ്ങളാകാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ കടയുണ്ട്, കാരുണ്യക്കട. അത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും കാരുണ്യമായ പ്രവർത്തികൾക്ക് ഉപയോഗിക്കാനുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ നിന്നും ഞങ്ങൾക്ക് പക്ഷി നിരീക്ഷണ ക്യാമ്പിൽ പങ്കെടുക്കാനും അവിടെയുള്ള വിവിധ പക്ഷികളെ കാണാനുമുള്ള അവസരം കിട്ടി. പിന്നെ ഈ സ്കൂളിൽ പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലെ സ്കൗട്ട് പ്രസ്ഥാനത്തിലെ 12 പേർ ദ്വിതീയ സോപാൻ പരീക്ഷ എഴുതുകയും അതിൽ മികച്ച വിജയം കൈവരിക്കാനും കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ്. പരീക്ഷണങ്ങൾ നിരീക്ഷിച്ചും ചെയ്തുമൊക്കെ പഠിക്കുമ്പോഴാണ് ശാസ്ത്രപഠനം രസകരമാവുക. അതിനായി ഞങ്ങൾക്ക് ഈ വിദ്യാലയത്തിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയ ശാസ്ത്ര ലാബ് ഒരുക്കിയിട്ടുണ്ട്. പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കാനും അത് ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കുന്നു. അതിനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയ കുട്ടികളെ, നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിരിക്കുമല്ലോ. കൂടാതെ അത് ഉപയോഗിച്ചിട്ടുമുണ്ടാകും. മിക്ക കാര്യങ്ങളും ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുക, നോട്ടീസ് തയ്യാറാക്കുക, ഗണിത രൂപങ്ങൾ വരയ്ക്കുക, ഇൻ്റർനെറ്റിലെ സൗകര്യങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ ശീലിക്കുക, സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നിവയെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. നമ്മുടെ വിദ്യാലയത്തിൽ നവീകരിച്ച IT ലാബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 20ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. അത് ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽക്ക് തന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനം ആരംഭിക്കുന്നു. ഇതുവഴി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ എന്താണെന്നും കമ്പ്യൂട്ടർ എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ കഴിയും.